ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. എനിക്ക് PR കിട്ടിയ ഉടനെ തന്നെ ഞാൻ മോൾക്ക് വേണ്ടി ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ January 14 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. എനിക്ക് March 7 ആയപ്പോഴത്തേനും ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു, സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞ്. നമുക്ക് 2 റെഫറീസ് ആണ് മെയിനായിട്ട് വേണ്ടത്. അതിൽ ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. രണ്ടാമത്തെ ആള് ബ്രിട്ടീഷ് സിറ്റിസൺ ആവണമെന്ന് നിർബന്ധമില്ല. ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആയെന്നുള്ളതും. പിന്നെ നമുക്ക് കുട്ടിയുടെ ഫോട്ടോ വേണം. ഞാൻ മോളുടെ ഇവിടെ വീട്ടിൽ ഞാൻ തന്നെയാണ് എടുത്തത്, എൻ്റെ ഫോൺ ഞാൻ എടുത്തത്. 45x35 നമുക്ക് ഫോട്ടോ വേണ്ട. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പിന്നെ കളർ ഫോട്ടോ ആയിരിക്കണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്. ഞാൻ ഫോണിൽ എടുത്തിട്ട് അത് ബൂട്ട്സിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് ആ പ്രിന്റ് കട്ട് ചെയ്ത് ഞാൻ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ റെഫറി ഫോമിൽ കുട്ടിയുടെ ഫോട്ടോ വേണം. അപ്പൊ അത് മാത്രമേ നമുക്ക് ഫോട്ടോ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിനാകുന്ന കോസ്റ്റ് 1214 പൗണ്ടാണ്. കുട്ടി അണ്ടർ 18 ആയതുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന്റെ സെറമണിക്ക് പോകേണ്ടതില്ല. സിറ്റിസൺഷിപ്പ് സെറമണിക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അനദർ 130 പൗണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് നമുക്ക് അങ്ങനെ സെറമണി അറ്റൻഡ് ചെയ്യേണ്ടതില്ല. എൻ്റെ മോള് UK ബോൺ ചൈൽഡ് ആണ്. ഞാൻ അവൾക്ക് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റും ഇന്ത്യൻ പാസ്പോർട്ടും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റിൽ ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് UK ബർത്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. അപ്പം ഈ ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റും ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് റെഫറി ഡിക്ലറേഷൻ ഫോം 1. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഫോം 2 സെയിം തന്നെയാണ്. ഇതിൽ രണ്ടിലും പറയുന്നുണ്ട്, അതായത് കുട്ടീനെ 2 റെഫറീസും പേഴ്സണലി അറിയുന്നതായിരിക്കണം. അതിൽ ഒരു റെഫറി നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കണം. അടുത്തയാൾ കുട്ടീനെ അറിയുന്ന ആളായാൽ മതി, ഒരു നഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ വർക്കറോ, അങ്ങനെ ആർക്ക് വേണേലും ആകാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സോളിസിറ്റർ നമുക്കുണ്ടെങ്കിൽ ആ സോളിസിറ്ററിന് ഒരിക്കലും റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ഹോം ഓഫീസിൽ നിന്നുള്ളൊരു എംപ്ലോയർ ആകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു റിലേറ്റീവ് ആകാൻ പാടില്ല. അപ്പം നിങ്ങൾ ഈ ഫോം നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നുള്ളൂ. പിന്നെ ഈ റെഫറി ഫോമിലാണ് നമ്മൾ കുട്ടിയുടെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ 2 ഡിക്ലറേഷൻ ഫോമും പേരന്റ് കൺസേൺ ലെറ്ററും നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫോം ഒന്നും ഫിസിക്കലി സബ്മിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ കാണുന്ന ഡോക്യുമെന്റ്സ് ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. UK ബർത്ത് സർട്ടിഫിക്കറ്റ്, ബേബിയുടെ പാസ്പോർട്ട്, ബേബിയുടെ BRP, ബേബിയുടെ ഷെയർ കോഡ്, പിന്നെ അഡ്രസ് പ്രൂഫ് ആയിട്ട് ഞങ്ങളുടെ കൗൺസിൽ ടാക്സിന്റെ ബില്ലാണ് ഞാൻ വെച്ചിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഷെയർ കോഡ്, എൻ്റെ BRP, പിന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, എൻ്റെ പാസ്പോർട്ട്, പിന്നെ ബിബിന്റെ ഷെയർ കോഡ്, ബിബിന്റെ പാസ്പോർട്ട്, റെഫറിയുടെ ഡിക്ലറേഷൻ ഫോം 1, 2 അങ്ങനെ തന്നെ നെയിം ചെയ്താണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് PR കിട്ടിയപ്പോൾ ഒരു കൺഫർമേഷൻ ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിബിന്റെ BRP, അതിന്റെ ഹസ്ബൻഡാണ്. പിന്നെ പേരന്റ് കൺസേൺ ലെറ്റർ, അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഒന്നിന് ഫിസിക്കലി നമ്മൾ ഡോക്യുമെന്റ്സ് ഒന്നും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിളിൽ പോയിട്ട് അപ്ലൈ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഫോർ UK ബോൺ ചൈൽഡ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ് ഇഫ് യു വേർ ബോൺ ഇൻ ദ UK. അതാണ് എൻ്റെ മോൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ലിങ്ക് എടുക്കുന്നത്. ഇവിടെ ഹൂ ക്യാൻ അപ്ലൈ എന്നുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റിസൺഷിപ്പിന് നമുക്ക് എലിജിബിൾ ആകുന്നത് ഇഫ് യു ആർ ബോൺ ഇൻ ദി UK. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെൻ യു ആർ ബോൺ ആൻഡ് ഓൾസോ ദ പേരന്റ് സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ സ്റ്റാറ്റസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ബോൺ ഇൻ ദ UK ഓൺ ഓർ ആഫ്റ്റർ 1 January 1983 ആണെങ്കിൽ സിറ്റിസൺഷിപ്പ് ആകാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ പേരൻസോ ഒരാൾ ബ്രിട്ടീഷ് സിറ്റിസണോ അല്ലെങ്കിൽ അവർക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസോ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവർ ബ്രിട്ടീഷ് സിറ്റിസൺ ആവും. നമ്മൾ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. ഇനി ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1214 അപ്ലൈ ആണ്. ഇപ്പം അണ്ടർ 18 ആണെങ്കിൽ നമ്മൾ സിറ്റിസൺഷിപ്പിന്റെ സെറമണി അറ്റൻഡ് ചെയ്യേണ്ടതില്ല. പക്ഷെ എബോവ് 18 ആണെങ്കിൽ 130 പൗണ്ട് സിറ്റിസൺഷിപ്പ് സെറമണിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഫ്രീ വേവർ ആർക്ക് അതിന് എലിജിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ താഴേക്ക് വായിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഹൗ ടു അപ്ലൈയുടെ അണ്ടറിലായിട്ട് ഫിൽ ഇൻ ദ ഫോം ഓൺലൈൻ എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ആർ യു ഇൻ ദ UK, അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ യെസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് രജിസ്റ്റർ ആൻ ഇമെയിൽ ആണ്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ടൊരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ക്രൈറ്റീരിയസ് കൊടുത്തിട്ടോ അത് വെച്ചിട്ട് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ വരും. അത് കഴിയുമ്പോൾ അത് സേവ് ആൻഡ് കണ്ടിന്യൂ. ഹൂ ഡസ് ദിസ് ഇമെയിൽ ബിലോങ് ടു? എൻ്റെ ഇമെയിൽ ID ആണ് ഞാൻ കൊടുത്തത്. ഞാൻ സമ്മൺ എൽസ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഡു യു ഹാവ് ആൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദ UK? എനിക്ക് അഡ്വൈസർ ഇല്ല, അതുകൊണ്ട് ഞാൻ നോ ആണ് ചൂസ് ചെയ്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ. നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം ഇവിടെ ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ, ഇല്ലെങ്കിൽ നിങ്ങൾ അത് എഡിറ്റ് ചെയ്യുക. ഫസ്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്ന നമ്മൾ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ആപ്ലിക്കൻറ്റ്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്.
ഇതിൽ ഏത് കാറ്റഗറിയുടെ അണ്ടറിലാണ് നിങ്ങളുടെ കുട്ടി വരുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എൻ്റെ മോൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് യു വർ ബോൺ ഇൻ ദ UK ആണ് ക്ലിക്ക് ചെയ്യുന്നത്. 1 or both of your parents are settled in the UK. എനിക്ക് PR സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. Are either of the parents of the child applying for naturalization as British citizen on AN form? ആരെങ്കിലും ഇതിനോട് കുട്ടിയുടെ കൂടെ പേരൻസ് ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടോ? നോ ആയതുകൊണ്ട് ഞാൻ നോ ചൂസ് ചെയ്തു. ഹാവ് യു ഹാഡ് സെറ്റിൽമെൻറ്റ് ഇൻ ദ UK? ബേബിക്ക് സെറ്റിൽമെൻറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ നോ ആണ് ചൂസ് ചെയ്തത്. ഇനി എൻ്റർ ചെയ്യേണ്ട ബേബിയുടെ ഡീറ്റെയിൽസ് ആണ്. ടൈറ്റിൽ, ഗിവൻ നെയിം, ഫാമിലി നെയിം. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു നൗ ഓർ ഹാവ് യു എവർ ബീൻ നോൺ ബൈ അനദർ നെയിം? നോ ആയിട്ട് നോ ചൂസ് ചെയ്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി നമ്മൾ കോൺടാക്റ്റ് ഇമെയിലാണ് കൊടുക്കുന്നത്. എൻ്റെ ഇമെയിൽ ID തന്നെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ വരും. നമ്മൾ കൺഫേം ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി ഇവിടെ നമ്മൾ എൻ്റെ ടെലിഫോൺ നമ്പറാണ് ഞാൻ കൊടുത്തിരുന്നത് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കണം. കറണ്ട് അഡ്രസ്സാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഹാവ് യു ലീവ്ഡ് ഇൻ ദിസ് കറണ്ട് അഡ്രസ് ഫോർ 5 years എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ എൻ്റെ ബേബി ഉണ്ടായിട്ടൊക്കെ 1 വയസ്സായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സസ് ആണ് ഇനി എൻ്റർ ചെയ്യണം. കാരണം ബേബിക്ക് 1 year ഉള്ളതുകൊണ്ട് നമുക്ക് 5 year അഡ്രസ്സസ് വേറെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് എൻ്റെ 5 yearൻ്റെ അഡ്രസ്സാണ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഡു യു നീഡ് ടു ആഡ് അനദർ അഡ്രസ് ഫ്രം ദ ലാസ്റ്റ് 5 years? നോ എൻ്റർ ചെയ്തു. ഞാൻ കാരണം ലാസ്റ്റ് എൻ്റെ 5 years ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തു. ഇനി ബേബിയുടെ സെക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഫീമെയിൽ, സിംഗിൾ. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി ബേബിയുടെ നാഷണാലിറ്റി, കൺട്രി ഓഫ് നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ബേബിയുടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേബിക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം എൻ്റെ ബേബിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ യെസ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡു യു കറന്റ് ഹോൾഡ് ഓർ ഹാവ് യു എവർ ഹെൽഡ് അനദർ നാഷണാലിറ്റി ഓർ സിറ്റിസൺഷിപ്പ്? നോ ആണ്, ഞാൻ നോ ചൂസ് ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി ബേബിക്ക് നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഇല്ല, അതുകൊണ്ട് ഐ ഡു നോട്ട് ഹാവ് എ നാഷണൽ ഇൻഷുറൻസ് നമ്പർ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ആർ യു ലിവിംഗ് ഇൻ ലോക്കൽ അതോറിറ്റി കെയർ ഇൻ UK? നോ ചൂസ് ചെയ്യുക. സേവ് ചെയ്യുക. വിച്ച് പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ വുഡ് യു ലൈക്ക് ടു ആഡ് ഡീറ്റെയിൽസ് അബൌട്ട്? ഞാൻ മദർ, എൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ദിസ് ഈസ് മൈ ബയോളജിക്കൽ പേരന്റ്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി ഡസ് എനി ഓഫ് പേരന്റ് ലീഗൽ ഗാർഡിയൻ ഷെയർ യുവർ അഡ്രസ്, ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ? കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID, ഫോൺ നമ്പർ എൻ്റെ ആയതുകൊണ്ട് ഞാൻ എസ് ആണ് ചൂസ് ചെയ്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി ചോദിക്കുന്നത് അമ്മയുടെ നാഷണാലിറ്റിയാണ്. വാട്ട് ഈസ് യുവർ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻസ് കൺട്രി ഓഫ് നാഷണാലിറ്റി? ഇന്ത്യ. ഹാവ് ദേ ഓൾവേസ് ഹാഡ് ദ സെയിം നാഷണാലിറ്റി? യെസ് ആയതുകൊണ്ട് യെസ് ആണ്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഈസ് ദ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ സെറ്റിൽഡ് ഇൻ ദ UK? യെസ് ആണ്. നമുക്ക് PR കിട്ടിയ ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി എനിക്ക് PR കിട്ടിയ ഡേറ്റ് ആണ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്. ആഡ് അനദർ പേരന്റ് ഓർ ഗാർഡിയൻ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡു യു ഹാവ് അനദർ പേഴ്സൺ വിത്ത് പേരന്റൽ റെസ്പോൺസിബിലിറ്റി? യെസ് എൻ്റർ ചെയ്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ ഞാൻ ഫാദർ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ദിസ് ഈസ് മൈ ബയോളജിക്കൽ പേരന്റ് ചൂസ് ചെയ്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി നമുക്ക് വേറെ ലീഗൽ ഗാർഡിയൻ്റെ അവരുടെ എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഹസ്ബൻഡിൻ്റെ സെയിം അഡ്രസ് ആയതുകൊണ്ട് ഞാൻ എസ് ആണ് ചൂസ് ചെയ്തത്. കണ്ടിന്യൂ. ബിബിൻ ജോസഫ്സ് നാഷണാലിറ്റി, അതായത് ഹസ്ബൻഡിൻ്റെ നാഷണാലിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി കുട്ടിയുടെ ഫാദറിൻ്റെ സെറ്റിൽഡ് സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. സെറ്റിൽഡ് ഇൻ ദ UK ആണ്. അതിന് ഹസ്ബൻഡിന് PR ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നോ ആണ് ചൂസ് ചെയ്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ആഡ് അനദർ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ, വേറെ പേരന്റ് നമുക്കുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. നോ
ചൂസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ. പിന്നെ നമ്മളുടെ മാരേജ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ആർ യു പേരന്റ് ലീഗൽ ഗാർഡിയൻ മാരീഡ് ഓർ സിവിൽ പാർട്ണർഷിപ്പ്? യെസ് ആണ് ചൂസ് ചെയ്തത്. ഡേറ്റ് ഓഫ് യുവർ പേരന്റ് ഗാർഡിയൻസ് മാരേജ് ഓർ പാർട്ണർഷിപ്പ്, അത് നമ്മുടെ മാരേജ് ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഞാൻ ബയോളജിക്കലായ മദറിന് മാരിറ്റൽ സ്റ്റാറ്റസ്, അപ്പോൾ അത് മാരീഡ് ആണെങ്കിൽ എസ് എന്ന്, അത് ഏതാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അത് ചൂസ് ചെയ്യുക. വാസ് യുവർ ബയോളജിക്കൽ മദർ മാരീഡ് അറ്റ് യുവർ ടൈം ഓഫ് ബർത്ത്, അത് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഡു യു ലിവ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ഓർ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി, അത് യെസ് ആണ് എനിക്ക് ഓപ്ഷൻ, അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. വിച്ച് കൺട്രി വിൽ യു ലീവ് ഇൻ ഇഫ് ദിസ് ആപ്ലിക്കേഷൻ ഇസ് സക്സസ്ഫുൾ, അതായത് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി എവിടെയാണ് ജീവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ UK ഉണ്ട്, യുണൈറ്റഡ് കിങ്ഡം തന്നെയാണ് എൻ്റർ ചെയ്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ. Are you relying on your parents' permanent residency as evidence of their settled status in the United Kingdom? അതായത് എനിക്ക് PR കിട്ടിയതുകൊണ്ടാണ് കുട്ടിക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് യെസ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. ക്യാൻ യു പ്രൊവൈഡ് എ ഡോക്യുമെന്റ് സർട്ടിഫൈ യുവർ പേരൻസ് പെർമനന്റ് റെസിഡൻസ്? യെസ് ആണ്, എൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ട് PR കിട്ടിയതിൻ്റെ. സേവ് ആൻഡ് കണ്ടിന്യൂ. ഫസ്റ്റ് റെഫറിയുടെ സെക്കൻഡ് റെഫറിയുടെ ഡീറ്റെയിൽസ് ആണ് ഇനി എൻ്റർ ചെയ്യാമാണ്. ഞാൻ ഫസ്റ്റ് റെഫറി ആയിട്ട് വെച്ചത് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഫ്രണ്ടിനെയും സെക്കൻഡ് റെഫറി ആയിട്ട് വെച്ചത് സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ടിനെയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടീനെ അറിയുന്നവരായിരിക്കണമെന്ന് മസ്റ്റാണ്. ഇനി ചോദിക്കുന്നത് അമ്മയുടെ ഡീറ്റെയിൽസ് ആണ്. ഈസ് മിസ്സസ് ആൽബി സെബാസ്റ്റ്യൻ യുവർ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ? യെസ്. കണ്ടിന്യൂ. Do you have any other details that you would like to be considered regarding this applicant and this application to be registered as a British citizen? വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കൊടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ ന്യൂ ചൂസ് ചെയ്തു. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി നമ്മുടെ ആൻസേഴ്സ് എല്ലാം നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ആപ്ലിക്കൻ്റ്, അതായത് 2 കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇനി വരുന്ന ഓപ്ഷനിലാണ്. അഡീഷണൽ ആപ്ലിക്കൻ്റ് ഉണ്ട്. ഐ വുഡ് ലൈക്ക് ടു ആഡ്, ആരാന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടതെന്ന് ഇവർ നമ്മളോട് പറയുന്നുണ്ട്. ദ പാസ്പോർട്ട് ഇഷ്യൂഡ് ബൈ ഫ്രം ഇന്ത്യ ഫോർ മിസ് എസ്തർ ബിബിൻ, പ്രൂഫ് ഓഫ് മിസ്സസ് ആൽബി സെബാസ്റ്റ്യൻ പേരന്റ് റെസ്പോൺസിബിലിറ്റി, പ്രൂഫ് ഓഫ് മിസ്റ്റർ ബിബിൻ ജോസഫ് പേരന്റ് റെസ്പോൺസിബിലിറ്റി. അതിന് ഞാൻ ബേബിയുടെ UK ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് സബ്മിറ്റ് ചെയ്തത്. പിന്നെ കൺസൾട്ട് ലെറ്റർ, പിന്നെ ബേബിക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, എൻ്റെ മോൾക്ക് പാസ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാനത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതിലെല്ലാം, നിങ്ങൾക്കിപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതിലെല്ലാം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫർദർ ഈ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ ചൂസ് ചെയ്തില്ല. പക്ഷെ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത ശേഷം മാത്രമാണ് എനിക്ക് മുമ്പിലോട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ. ഇവിടെ നിങ്ങൾക്ക് റെഫറിയുടെ ഡിക്ലറേഷൻ ഫോംസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡിക്ലറേഷൻ റെഫറി 1, ഡിക്ലറേഷൻ റെഫറി 2. ഐ വിൽ ഗീവ് ഡിക്ലറേഷൻസ് ഫ്രം ഈച്ച് റെഫറി എന്നുള്ളത് ചൂസ് ചെയ്യുക. കണ്ടിന്യൂ. ഇനി പേരൻറ്റ് കൺസൾട്ട് ലെറ്റർ ഉണ്ട് ഇവിടെ. ആ കൺസൾട്ട് ലെറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൺസെൻറ്റ് ടു ദ ആപ്ലിക്കേഷൻ, ഫാദറിൻ്റെ കൺസെൻറ്റ്, ഫാദറിൻ്റെ നെയിമും അതുപോലെ തന്നെ സിഗ്നേച്ചറും വേണം. പിന്നെ മദറിൻ്റെ ഇതും, പിന്നെ നിങ്ങൾക്ക് ലീഗൽ ഗാർഡിയൻ വേറെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൈനും കൂടെ വെക്കേണ്ടതാണ്. ഈ എല്ലാ ഫോംസും നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, ഒന്നും ഫിസിക്കലി നിങ്ങളവിടെ കൊടുക്കേണ്ടതില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ. ഞാനിവിടെ ചൂസ് ചെയ്തത് ഐ ആം റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ആപ്ലിക്കൻ്റ് ആൻഡ് ഹാവ് ബീൻ ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ദെയർ ബിഹാഫ് ആൻഡ് ഹാവ് ഡിസ്കസ്ഡ് എന്നുള്ള ആ ഓപ്ഷനാണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. ഐ അക്സെപ്റ്റ് ദ എബോവ്. കണ്ടിന്യൂ. ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യാം. കണ്ടിന്യൂ. ഫീ വേവർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നോ ആണ് ചൂസ് ചെയ്തത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത്. 1214 പൗണ്ടാണ് ഇതിന് കോസ്റ്റ് ആവുന്നത്. പിന്നെ ഡിസിഷൻ വരാൻ അവർ വിത്തിൻ 6 months ആണ് അവർ പറയുന്നത്. ഞാൻ January 14 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് March 7 എനിക്ക് ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചോ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ പേ ചെയ്യാവുന്നതാണ്. ബിഫോർ യു കണ്ടിന്യൂ. ഇനി നമ്മൾ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളിനി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. കണ്ടിന്യൂ.
നമ്മൾ പോകുന്ന TLS കോൺടാക്റ്റിൻ്റെ ഈ ഒരു പേജിലേക്കാണ്. ഇവിടെ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു യൂണീക്ക് റെഫറൻസ് നമ്പർ വരും. ആ റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ്. ഹാവ് യു കംപ്ലീറ്റഡ് ആൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺ GOV സൈറ്റ്? യെസ്. ഹാവ് യു രജിസ്റ്റേർഡ് വിത്ത് TLS കോൺടാക്ട്? യെസ്. ആ യൂണീക്ക് നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഈ സെർച്ച് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വെച്ച് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ഉള്ളതെന്ന്. അപ്പം നിങ്ങൾ ഏത് ലൊക്കേഷനിൽ സെർച്ച് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റഡ് സർവീസ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സെൽഫ് സർവീസ് എടുക്കാവുന്നതാണ്. സെൽഫ് സർവീസ് ആകുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഒന്നുമില്ല, ഫ്രീ ആയിരുന്നു. പക്ഷേ അസിസ്റ്റഡ് സർവീസ് ആണ് നമ്മൾ 50 പൗണ്ടോ മറ്റോ എക്സ്ട്രാ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ കോർണറിൽ കാണാൻ പറ്റും UKVC സർവീസ് പോയിന്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ലൊക്കേഷൻസ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾ ഏത് സർവീസാണ് നിങ്ങൾക്ക് വേണ്ട അതും ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈം സ്ലോട്ട് കാണാൻ പറ്റും. ഇത്രേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി. ഇനിയുള്ള നെക്സ്റ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ ഡോക്യുമെന്റിന്റെ ക്രൈറ്റീരിയ ഒരു പറഞ്ഞാൽ 7.25 സൈസേ പാടുള്ളൂ. അതുപോലെ തന്നെ PDF, JPG, JPEG, PNG ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം ഓരോ ഡോക്യുമെന്റും ഇതുപോലെ നെയിം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ അതിന് ഏത് കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നതെന്നുള്ളതും ചൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന അപ്ലോഡ് ചെയ്യാൻ. ഇനി നിങ്ങൾ ഇതിൽ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിന് ചെല്ലുമ്പോൾ അവർ അസിസ്റ്റന്റ് സർവീസിൻ്റെ ഇതെടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.